ഹലോ ഗായ്സ്. അപ്പം ക്രാഫ്റ്റ് സ്റ്റുഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സ്കൾപ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ഗ്രാവിറ്റാക്കിനെയാണ് നമ്മൾ സ്കൾപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബെൻഡൻ അൾട്ടിമേറ്റ് ഏലിയനിലെ അൾട്ടിമേറ്റ് ഗ്രാവിറ്റാക്ക്. അപ്പോൾ അൾട്ടിമേറ്റ് ഗ്രാവിറ്റാക്കിനെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രാവിറ്റാക്കിനെ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറേ സബ്സ്ക്രൈബ് കൂട്ടുകാർ അൾട്ടിമേറ്റ് ഗ്രാവിറ്റാക്കിനെ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കി കളയാൻ വിചാരിച്ചു. അങ്ങനെയാണ് അൾട്ടിമേറ്റ് ഗ്രാവിറ്റാക്കിനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. നമ്മളിന്ന് അൾട്ടിമേറ്റ് ഗ്രാവിറ്റാക്കിനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നര പോളിമർ ക്ലേയിലാണ് സ്കൾപ്റ്റ് ചെയ്യാൻ പോകുന്നത്. നര പോളിമർ ക്ലേ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു ക്ലേ ആണ്. ബ്രാൻഡ് പ്രൊമോഷനൊന്നുമല്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലേ നര പോളിമർ ക്ലേ ആയതുകൊണ്ട് പറഞ്ഞതാണ്. ഈ ടൂൾസ് എല്ലാം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. ആവശ്യമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അതുവഴി ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ നര പോളിമർ ക്ലേയുടെ ഗോൾഡ് കളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഗോൾഡ് കളർ അത്യാവശ്യം ഹാർഡായിരുന്നു, കണ്ടോ. അതിൻ്റെ ഷാർപ്പ് അഡ്ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് അൾട്ടിമേറ്റ് ഗ്രാവിറ്റാക്കിന് വേണ്ട ആ ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള കളർ ഉണ്ടാക്കിയെടുത്തത്. ഇത് പറയട്ടെ, നര പോളിമർ ക്ലേയുടെ തന്നെ കളറായിരുന്നു ആ റെഡ്. പക്ഷേ ആ റെഡിന് അത്രയും ഹാർഡ്നെസ് ഇല്ലായിരുന്നു. മാത്രമല്ല അത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ആ ക്ലേ. പക്ഷേ ഗോൾഡ് ഭയങ്കര ഹാർഡുമായിരുന്നു. ഇതിന് തമ്മിൽ മിക്സ് ചെയ്തപ്പോൾ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ സാധനം കിട്ടി. അത് വേറൊരു കാര്യം. ഓക്കെ, അപ്പം നമ്മളത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾക്ക് വേണ്ട ഒരു ഓറഞ്ച് ഷെയ്ഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓയിത്ര പോളിമർ ക്ലേയുടെ ഒരു ക്ലേ ആണ് ഈ ഞാൻ യൂസ് ചെയ്യുന്ന പിങ്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. പിങ്ക് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഒരു ഫില്ലർ മെറ്റീരിയലായിട്ടാണ്. നമ്മൾ അലുമിനിയം ഫോയിൽ യൂസ് ചെയ്യുന്നില്ല, ഇവിടെ ഫില്ലർ മെറ്റീരിയലായിട്ട് പിങ്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആർമേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 അലുമിനിയം വയർ തമ്മിൽ പിന്നി വെച്ചേക്കുന്നതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആ പിങ്ക് എടുത്തൊട്ടിച്ചു. നമ്മുടെ ഹെഡ് പോർഷനാണ് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ. ഇനിയും നമ്മൾ 3 അലുമിനിയം വയറൂടെ വെക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാവിറ്റാക്കിൻ്റെ പിന്നിൽ 3 ഗോളം പോലെ ഇരിക്കത്തില്ലേ, 3 തലയുണ്ടല്ലോ. ആ 3 തല വായുവിൽ നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ആ 3 വയർ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, കണ്ടോ. അങ്ങനെ നമ്മുടെ ആർമേച്ചർ സെറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ ബേക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ നമ്മുടെ ഓറഞ്ച് കളർ ഗ്രാവിറ്റാക്കിൻ്റെ മെയിൻ കളർ എടുത്ത് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. എന്നിട്ട് ആ റൗണ്ട് ഷേപ്പ് നമ്മൾ അച്ചീവ് ചെയ്യും. 2 സൈഡിലും നമ്മൾ ചപ്പാത്തി പരത്തി, കണ്ടോ. ചപ്പാത്തി പരത്തിയിട്ട് ചപ്പാത്തിയല്ല, ഒരു പ്ലെയിൻ പോലെ പരത്തിയിട്ട് സർക്കുലർ പ്ലെയിൻ പോലെ പരത്തി അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ റൗണ്ട് ഷേപ്പിൽ അച്ചീവ് ചെയ്യുന്ന ഫിനിഷ് ചെയ്ത് ഒരു കാര്യമുണ്ട്. അതിൻ്റെ അടിയിലുള്ള പിങ്ക് കളർ നമ്മൾ ബേക്ക് ചെയ്ത് ഹാർഡാക്കിയതിന് ശേഷമാണ് നമ്മളത് നമ്മുടെ ഓറഞ്ച് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തത്, കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു റെഫറൻസ് ഇമേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റെഫറൻസ് ഇമേജിലുള്ള പോലെ തന്നെ നമ്മൾ ഗ്രാവിറ്റാക്കിൻ്റെ മൗത്ത് പോർഷൻ നമ്മുടെ നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കുവാണ്. നൈഫ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യും. ഓക്കെ, കണ്ടോ. അത് റെഫറൻസ് ഇമേജ് നോക്കിയാണ് ഞാൻ ഈ ചെയ്യുന്നത്, അല്ലാതെ മനപ്പാടമൊന്നും ആക്കിയല്ല. നമ്മൾ ഓർത്ത് ചെയ്യുന്നതല്ല. നമ്മൾ റെഫറൻസ് ഇമേജ് ഫ്രണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫിനിഷ് ചെയ്യുകയാണ്, കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, അടിയിലുള്ള ആ ക്ലേ നമ്മൾ ബേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവൂ. അല്ലെങ്കിൽ അത്ര എക്സ്പെർട്ട് ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഷേപ്പൊക്കെ മാറിപ്പോകും. അതിനുശേഷം നമ്മൾ നമ്മുടെ ഗ്രാവിറ്റാക്കിൻ്റെ കണ്ണിനുള്ള ഒരു പോർഷൻ സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്ന ടൂള് തന്നെയാണ്, കേട്ടോ. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. പിന്നെ നര പോളിമർ ക്ലേയെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ക്ലേ വെച്ച് ഒരുപാട് വീഡിയോ ചെയ്തു. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. പക്ഷേ ചില ക്ലേ പറയട്ടെ ഭയങ്കര ഹാർഡാണ്, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഒരുപാട് വട്ടം നീഡ് ചെയ്തതിന് ശേഷമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് വേണ്ട വർക്കബിലിറ്റിയിൽ സാധനം കിട്ടത്തുള്ളൂ. പിന്നെ ചില ക്ലേ ഭയങ്കര സോഫ്റ്റാണ്. സോഫ്റ്റ് ക്ലേയിൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഹാർഡ് ക്ലേ തന്നെയാണ്. പക്ഷേ സോഫ്റ്റ് ക്ലേ ആണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കുവാണെങ്കിൽ നൈസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ണ് ആ പിക്ചർ റെഫറൻസ് ആക്കി നമ്മൾ ആ കണ്ണിനുള്ള ആ ഒരു ക്രീസോ പറയണ്ടേ, കിഴിഞ്ഞ പോർഷൻ കിഴിച്ചെടുത്തു. ഓക്കെ, ട്രഞ്ച് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ പേപ്പർ വരയ്ക്കുന്ന പോലൊക്കെ തന്നെ കട്ട് ചെയ്ത്
കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് ഇതിനകത്ത് ഫുള്ള് ഇങ്ങനെ നൈഫ് വെച്ച് വരച്ചെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഗ്രാവിറ്റാക്കിന് ഫുൾ അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ ടൂൾസ് വെച്ച് അത് ഫിനിഷ് ചെയ്യും. നമുക്ക് ആ ഒരു പ്രോപ്പർ ഫിനിഷിൽ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളൊന്നുകൂടെ ഫിനിഷ് ചെയ്ത് ആ ടൂൾ വെച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ചൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ വേണ്ട ഫിനിഷിങ്ങിൽ സാധനം കിട്ടത്തുള്ളൂ. ഓക്കെ. പിന്നെ ഇതിനകത്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാൻസ് കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാക്സിമം ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എന്നും വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്കിംഗ് ആണ്. വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ജോബുണ്ട്. അപ്പം ജോബ് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സൺഡേ അല്ലെങ്കിൽ ഹോളിഡേ കിട്ടുന്ന സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒത്തിരി ഡിലേ വരുന്നതൊക്കെ. അപ്പം അത് ക്ഷമിക്കുക എല്ലാവരും. നമ്മൾ മാക്സിമം വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ക്ലേ വെച്ച് വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഉള്ള സാധനങ്ങൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പം സമയം പോലെ നമ്മൾ എല്ലാം ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവരും കൂടെ പറയുന്നത് ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയെന്നും വരത്തില്ല. അപ്പോളജീസ് ഫോർ ദാറ്റ്. ഓക്കെ, അത് ക്ഷമിക്കുക. എന്താണെങ്കിലും നിങ്ങൾ പറയുന്നത് മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിൻ്റെ മുകളിലും ഇങ്ങനൊരു നമ്മൾ ഈ പോർഷനിലെല്ലാം നമ്മൾ ബ്ലാക്ക് വെച്ച് നിറയ്ക്കും. ബ്ലാക്ക് ക്ലേ വെച്ച് നിറയ്ക്കും. ബ്ലാക്ക് ക്ലേ എന്ന് പറയുന്നതും ഇതുപോലെ നമ്മുടെ റെഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത്യാവശ്യം സോഫ്റ്റ് ക്ലേ ആണ്. സോഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് ക്ലൈമറ്റിനെ അപേക്ഷിച്ചിരിക്കും. ക്ലൈമറ്റ് ഭയങ്കര ഹോട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഈ സോഫ്റ്റ് ക്ലേ നമുക്ക് യൂസ് ചെയ്യണേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹാർഡ് ക്ലേയുടെ ഗുണം നമുക്ക് മനസ്സിലാവും. കാരണം സോഫ്റ്റ് ക്ലേ നമുക്ക് പിടിക്കുമ്പോഴത്തേനും നമ്മുടെ ചൂയിങ്കം ചവച്ചിട്ടുള്ള അവസ്ഥയാണ്, കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പം പക്ഷേ ഹാർഡ് ക്ലേക്ക് ആ ഒരു കുഴപ്പമില്ല. അപ്പം ബ്ലാക്കും ഈ പറയുന്ന റെഡും സോഫ്റ്റ് ക്ലേ ആണ്. പക്ഷേ നമ്മളിപ്പം ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം റെയിനി സീസണാണ് കേരളത്തിൽ. ഞാൻ എൻ്റെ വീടെന്ന് പറയുന്നത് കേരളമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മഴയായതുകൊണ്ട് അത്യാവശ്യം കോൾഡ് ക്ലൈമറ്റ് ആയതുകൊണ്ട് സോഫ്റ്റ് ക്ലേ യൂസ് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഹാർഡ് ക്ലേ അത് ആ ഒരു കോൾഡ് ആയപ്പോഴത്തേനും ഈ സാധനം ഭയങ്കര ഹാർഡായി. ഓക്കെ, ഇനിയും ക്ലേയെ പറ്റി ഞാൻ സംസാരിച്ചു. ഇനി എന്തോ നമ്മുടെ ഗ്രാവിറ്റാക്കിനെ പറ്റി സംസാരിക്കാം. നമ്മളവിടെ വേണ്ടിടത്തെല്ലാം നമ്മൾ മെയ്സ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഫിനിഷ് ചെയ്യുകയാണ്. ഫിനിഷ് ചെയ്തേച്ച് വേണം നമ്മുടെ ബ്ലാക്ക് ക്ലേ കണ്ടോ. ബ്ലാക്ക് ക്ലേ അത്യാവശ്യം സോഫ്റ്റ് ആണ്. പക്ഷേ കുഴപ്പമില്ല. ക്ലൈമറ്റ് ഞാൻ പറഞ്ഞില്ലേ, റെയിനി സീസൺ ആയതുകൊണ്ട് കോൾഡ് ക്ലൈമറ്റാണ്. അതുകൊണ്ട് നമുക്ക് വർക്കബിളാണ്. അപ്പം നമ്മൾ ആ ബ്ലാക്ക് ക്ലേ ഈ ഒരു ഇത് നമ്മൾ ആ ബ്ലാക്ക് ക്ലേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു ചെറിയ ഗ്രൂവിനകത്ത് നമ്മൾ ഗ്രൂവ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഗ്രൂവിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ടൂൾസ് വെച്ച് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നു. ഓരോരുത്തർക്കും ഐഡിയ അനുസരിച്ച്, എൻ്റെ ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള എന്ത് ഐഡിയയിലും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഐഡിയ വരാനായിട്ട് ചെയ്തു. ഇതിപ്പോൾ എനിക്ക് തോന്നിയ ഐഡിയ വെച്ച് ഞാനങ്ങ് ചെയ്തതാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം ഹാർഡായതുകൊണ്ട് ഹാർഡ് ക്ലേ ആണ് നമുക്ക് നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കാൻ സിമ്പിളായിരിക്കും കേട്ടോ. അതൊരു ടിപ്പാണ്. സോഫ്റ്റ് ക്ലേയിൽ നമുക്കിത് പറ്റത്തില്ല. കണ്ടോ, ഹാർഡ് ക്ലേ ഞാനിത് ബേക്ക് ചെയ്തിട്ടില്ല. ബേക്ക് ചെയ്യാത്തതുകൊണ്ട് ഹാർഡ് ക്ലേ ആയതുകൊണ്ട് പെട്ടെന്ന് കയറി കളർ മിക്സ് ആവത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. കണ്ടോ, ഇപ്പോഴും കളർ തമ്മിൽ മിക്സ് ആയിട്ടില്ലല്ലോ, ബ്ലാക്കും ഓറഞ്ചും. കണ്ടോ, അപ്പോൾ അങ്ങനെ മിക്സ് ആവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഹാർഡ് ക്ലേക്ക് അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ ഗ്രൂവിലും നമ്മൾ ഈ ബ്ലാക്ക് ക്ലേ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അത് അത്യാവശ്യം നല്ല രസമുള്ളൊരു പ്രോസസ്സായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഇങ്ങനെ ബ്ലാക്ക് ഇങ്ങനെ നമ്മുടെ ഗ്രൂവിനകത്തോട്ട് വെച്ച് കൊടുക്കുക. അത് നല്ലൊരു സാറ്റിസ്ഫൈയിങ് മൊമെൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ എല്ലാ ഗ്രൂവിനകത്തും ബ്ലാക്ക് വെച്ച് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞേച്ച് ആ ഒരു പിങ്ക് ഷെയ്ഡ് ക്ലേ ഒത്തിരി ഉള്ളവർക്ക് വേണമെങ്കിൽ ആ പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്യുന്നതിന് പകരം ബ്ലാക്ക് ക്ലേ ഫില്ലർ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ഓറഞ്ച് വെക്കുകയാണെങ്കിൽ ഇത്രയും പാടില്ലായിരുന്നു. നമുക്ക് ഗ്രൂവ് അതിനനുസരിച്ച് ഇല്ലെങ്കിൽ ആ ഒരു ഓറഞ്ച് ക്ലേയുടെ തിക്നെസ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ബ്ലാക്ക് ക്ലേ ഈ ഒരു പ്രോസസ്സ് ഒഴിവാക്കാം.
ബ്ലാക്ക് കളറ് അതിൻ്റെ അടിയിൽ വരും, മനസ്സിലായോ? അപ്പം അത് വേണേൽ ഒഴിവാക്കാമായിരുന്നു. അതാ പറഞ്ഞേ, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ നമുക്ക് സ്കൾപ്റ്റ് ചെയ്യാം, ഓരോരുത്തരുടെ ഐഡിയ വെച്ച്. അപ്പം ഞാൻ ഈ ഒരു ഐഡിയ വെച്ച് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പം നമ്മുടെ ഗ്രൂവിനകത്തെല്ലാം നമ്മൾ നമ്മുടെ ബ്ലാക്ക് ക്ലേ സെറ്റ് ചെയ്ത് തീർന്നു. ഓക്കെ, ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മുടെ ഗ്രീൻ ഐസ് സെറ്റ് ചെയ്യുവാണ്. കണ്ണുകൾ സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ റെഫറൻസ് ഇമേജ് ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ ആ വാഴയുടെ പോർഷനിലായിട്ട് നമ്മുടെ നോർമൽ ഗ്രാവിറ്റാക്കിൻ്റെ ഏകദേശം വയറിൻ്റെ ഭാഗത്തായിട്ട് ഒരു റെഡ് ഇതുണ്ട്. ഗ്രാവിറ്റിയുടെ ആ ഒരു സംഭവം തോന്നുന്നു. അതുപോലെ തന്നെ ഈ അൾട്ടിമേറ്റ് ഗ്രാവിറ്റാക്കിൻ്റെ എന്ന് പറയുമ്പോൾ അത് വായിക്കാത്ത ഇങ്ങനെ റെഡ് ഒരു അതിന് സംഭവത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല, ഗ്രാവിറ്റിയുടെ പവറിൻ്റെ ഇതാണെന്ന് തോന്നുന്നു, ആ സംഭവമുണ്ട്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. അത് നമ്മൾ റെഡ് ക്ലേ വെച്ചാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞു. ഇനിയും ഗ്രാവിറ്റാക്കിൻ്റെ മുകളിൽ ഓരോ ഹെക്സഗൺ പോളിഗൺ ഷേപ്പിൽ കുറേ ഒരു റോക്ക് എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. സെറ്റ് ചെയ്യാൻ വലിയ സംഭവമൊന്നുമില്ല, നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേന് ആ ഒരു പോളിഗണൽ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഹെക്സാണോ പെൻറ്റഗണോ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫിനിഷിങ് കിട്ടും. അത് ഈ പറഞ്ഞ പോലെ ഹാർഡ് ക്ലേ ആണെങ്കിൽ നമുക്ക് കൃത്യ റോക്കിൻ്റെ ഷേപ്പ് കിട്ടും. ആ ഷേപ്പിൻ്റെ ഒരു ഡിഫോർമേഷനും വരത്തുമില്ല, മനസ്സിലായില്ലേ? അപ്പം ഹാർഡ് ക്ലേ ആണെങ്കിൽ ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ബ്ലേഡ് വെച്ച് ഓരോ പീസും കട്ട് ചെയ്തെടുക്കുന്നു. അപ്പം നമ്മൾ ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റ് ഇതിലാണ്. നമ്മുടെ ഒരു റെഫറൻസ് ഇമേജ് ശ്രദ്ധിച്ചാൽ അറിയാം, അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്കം. അപ്പം നമ്മൾ ആ ബ്ലാക്ക് കളർ അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. അതിന് ശേഷം നമ്മൾ ഓറഞ്ച് ഫിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇത് ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് ബ്ലാക്ക് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഷേപ്പ് ചെയ്ത് കൊടുക്കും. കാരണം ഇത് കട്ട് ചെയ്യുന്ന ഷേപ്പിൽ തന്നെ നിൽക്കത്തില്ല, സോഫ്റ്റ് ക്ലേ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമ്മുടെ ടൂൾ യൂസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, നമ്മളപ്പം റെഫറൻസ് ഇമേജ് പോലെ തന്നെ ഓരോരോ പീസ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നു. അത് അത്യാവശ്യം ഈസി പ്രോസസ്സാണ്. നമ്മൾ ഒരു പിക്ചർ മൈൻഡ് കേട്ടി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ പോർഷനാണ് ചെയ്യാൻ പോകുന്നത്. കൈയുടെ പോർഷൻ എന്ന് പറയുമ്പോഴത്തേന് കൈയുടെ താഴ്ഭാഗമാണ്. കൈയുടെ താഴ്ഭാഗം ഒരു വൈറ്റും ഇച്ചിരി ഇലയോടെ മിക്സ് ചെയ്തൊരു ക്ലേ ആണ് യൂസ് ചെയ്തത് മര പോളിമർ ക്ലേ തന്നെയാണ്. ഈ വൈറ്റിനെ കുറിച്ച് പറയുകയാണ്, അത്യാവശ്യത്തിൽ കൂടുതൽ സോഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൈയുടെ താഴ്വശം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. രണ്ട് സൈഡ് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ പോർഷനാണ്. അപ്പം നമ്മൾ മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് പോർഷൻ മൊത്തം ആഡ് ചെയ്തു. ഇനി നമ്മൾ അതിനകത്ത് ഗ്രൂവ് സെറ്റ് ചെയ്യണം. നമ്മൾ പിക്ചറിനകത്ത് അവിടെ ഒരു ഗ്രൂവ് പോലെ ഉണ്ട്. അപ്പോൾ ഗ്രൂവ് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് ആ പോർഷൻ മൊത്തം ഉണ്ട് കേട്ടോ. ആ പോർഷൻ മൊത്തം നമ്മൾ ആ ഒരു ഗ്രൂവ് നമ്മുടെ ഈ ഒരു ടൂൾ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റെ ഒരു ഫേവറേറ്റ് ടൂളാണിത്. നിങ്ങളെ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ചെയ്യുന്നത് ഈ ഒരു ടൂൾ വെച്ചാണ്. നമുക്കിത് മേടിച്ചപ്പോൾ ഏതാണ്ട് 12 ടൂളുണ്ട്. ബാക്കി 11 ടൂൾ എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു ടൂൾ മാത്രം നമ്മുടെ ക്ലേയുടെ കൂട്ടത്തിൽ കാണും. ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്രൂവ് മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ വൈറ്റ് പോർഷന് മുകളിലായിട്ടൊരു ബ്ലാക്ക് പോർഷനാണ് വരുന്നത്. ബ്ലാക്ക് ആക്ച്വലി ആ ഒരു പോളിഗൺ ഷേപ്പിൽ തന്നെ വരുന്ന ബ്ലാക്ക് പോർഷനാണ് വരുന്നത്. അത് നമ്മുടെ കൈയുടെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നു. ഇതിന് ശേഷം ഓറഞ്ച് ആ ഒരു റോക്കി എഫക്റ്റിലുള്ള ഓറഞ്ച് പോളിഗൺ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലാക്ക് എല്ലായിടത്തും വെച്ച് കൊടുക്കുന്നു. ബ്ലാക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ ഓറഞ്ച് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ബ്ലാക്ക് നമ്മൾ അതായത് വെച്ച് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഷേപ്പ് കിട്ടും. പിന്നെ ഫിനിഷിങ് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു. പോളിഗൺ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം നമ്മൾ റെഫറൻസ് ഇമേജ് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്നുള്ളത് ആ റെഫറൻസ് ഇമേജിലുണ്ട്. അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ, ഓരോ ഷേപ്പ്. അപ്പം ആ ഒരു മസിൽ ടോപ്പ് ആം വരുന്ന സ്ഥലത്തായിട്ടുള്ളതാണ് അതൊക്കെ കട്ട് ചെയ്ത്. ഓക്കെ, അടുത്ത പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് തന്നെ എടുക്കുകയാണ്. ഈ
ഷേപ്പൊക്കെ നമ്മൾ റെഫറൻസ് ഇമേജ് ഫ്രണ്ടിൽ വെച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് തുടങ്ങുക. കാരണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്സായി പോകാൻ സാധ്യതയുണ്ട്, നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പം എൻ്റെ ഒരു സജഷനാണ് യൂസ് റെഫറൻസ് ഇമേജ് ഫോർ യുവർ സ്കൾപ്റ്റിംഗ്. ഓക്കെ, അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത റിസ്റ്റ് പോർഷൻ, കൈയുടെ റിസ്റ്റ് പോർഷൻ്റെ ടോപ്പിൽ വരുന്ന ആ ഒരു പോർഷനാണ്. അതും നമ്മൾ റെഫറൻസ് ഇമേജിൻ്റെ സഹായത്തോടെ കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, അത് അത്യാവശ്യം ഹാർഡായതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളത് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. കൈയുടെ മുകളിലോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ആ ഒരു ഷേപ്പിൽ തന്നെ വേണം, ഷേപ്പിൽ തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇതേപോലെ നമ്മൾ ബ്ലാക്ക് ക്ലേ ഫിക്സ് ചെയ്യുമ്പം ചിലപ്പോൾ ബ്ലാക്ക് ക്ലേയുടെ ആ ഒരു റോക്കി ഫിനിഷ് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ കണ്ടോ, ഹാർഡ് ക്ലേ ആയതുകൊണ്ട് നമ്മൾ എത്ര പ്രസ് ചെയ്താലും പോകത്തില്ല. അതാണ് ഹാർഡ് ക്ലേയുടെ ഒരു ഗുണം. ഓക്കെ, അത് വെച്ച് കൊടുത്തു. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറേ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്ത പീസെല്ലാം കൂടെ എടുത്ത് നമ്മുടെ ഇമേജിലുള്ള പോലെ കുറേ പോളിഗൺ, ചെറിയ ചെറിയ പോളിഗൺ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് നമ്മുടെ കയ്യിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ബ്ലാക്ക് നമ്മൾ അവിടെ വെച്ചിട്ട് ഷേപ്പ് ചെയ്യുകയാണ് കേട്ടോ. കാരണം അത് നമ്മൾ കട്ട് ചെയ്തെടുത്തെന്ന് പറഞ്ഞാലും നമ്മൾ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പ് നിൽക്കത്തില്ല, ഡിഫോം ആയി പോകും. അതുകൊണ്ട് നമ്മൾ അതേ വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യും, ടൂൾ വെച്ച് ഷേപ്പ് ചെയ്യും. കണ്ടോ, എന്നിട്ട് നമ്മൾ ഓറഞ്ച് ക്ലേ കട്ട് ചെയ്ത് വെച്ച പീസ് എടുത്ത് മുകളിലോട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇത് ഇച്ചിരി ബോറടിപ്പിക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു. എന്നിരുന്നാലും ഓവറോൾ ഞാൻ എൻജോയ് ചെയ്തിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ പീസെല്ലാം നമ്മൾ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. അപ്പം നമ്മൾ ഓരോ അറ്റാച്ച്മെൻറ്റ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആ ഒരു ഗ്രാവിറ്റാക്കിൻ്റെ ഷേപ്പിലേക്ക് വരുന്നുണ്ട്. കണ്ടോ, ആ ഷേപ്പിലോട്ട് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പ്രോസസ്സ്, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ സംഭവം. ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആദ്യമേ ഒന്നുമില്ലായിരുന്നു, കണ്ടില്ലേ. നമ്മുടെ ഓരോ ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ബോക്സ് മാത്രമല്ല, ഗോൾഡൻ ബോക്സ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു ഗോൾഡൻ ബോക്സ് ഈ ഒരു ഷേപ്പിലായി. നമ്മൾ മൊത്തം പീസ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആംസിൻ്റെയും ഹെഡിൻ്റെയൊക്കെ മുകളിൽ. ഇനി നമ്മുടെ ഹെഡിൻ്റെ അവിടെ കഴിഞ്ഞിട്ടില്ല, ഹെഡിൻ്റെ അവിടെ നമ്മൾ കുറച്ച് ഹെഡ് സ്റ്റാമ്പ് പീസ് കൂടെ ഉണ്ട്, അതോടെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതെല്ലാം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫിംഗേഴ്സാണ്, ഗ്രാവിറ്റാക്കിൻ്റെ ഫിംഗേഴ്സ്. അതൊന്നുമില്ല, 4 ബോൾ എടുക്കുന്നു, ഒട്ടിച്ചു കൊടുക്കുന്നു, അത് ഉരുട്ടി റോഡാക്കുന്നു, അത്രേ ഉള്ളൂ. റോഡ് ഷേപ്പിലാക്കും. എന്നിട്ട് നമ്മളെ കയ്യിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫിംഗർ. അപ്പം കൈയും തലയും എല്ലാം ഏകദേശം സെറ്റ് ആവുന്നുണ്ട്. കണ്ടോ, അപ്പുറത്തെ കൈയുടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. സിമ്പിൾ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഗ്രാവിറ്റാക്ക് ഏകദേശം ആ ഷേപ്പ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒമ്നിട്രിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒമ്നിട്രിക്സ് നടുക്കായിട്ടൊരു ഒമ്നിട്രിക്സ് ഉണ്ടല്ലോ, ആ ഒമ്നിട്രിക്സ് ചെയ്യുകയാണ്. നമ്മൾ പച്ച ശരിക്കും പറഞ്ഞാൽ ഒയിത്ര പോളിമർ ക്ലേ ആണ് കേട്ടോ, നര അല്ല. അത് പണ്ട് മേടിച്ച് വെച്ചിരുന്ന ക്ലേ ആണ്. അപ്പം പച്ച വെച്ച് നമ്മുടെ ഒമ്നിട്രിക്സിൻ്റെ ഒരു ഗ്രീൻ പോർഷൻ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം പാടായിരുന്നു ബ്ലാക്ക് ക്ലേയുടെ മോളി വെച്ചിട്ട് ഗ്രീൻ സെറ്റ് ചെയ്യാൻ. കാരണം ബ്ലാക്ക് അത്യാവശ്യം സോഫ്റ്റാണ്. ഈ ഓരോരുത്തര പോളിമർ ക്ലേ അത്യാവശ്യം എല്ലാ കളറും ഒരേ കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത് കേട്ടോ. വർക്കബിൾ കണ്ടീഷനിലുമാണ്. നമ്മൾ നമ്മുടെ ചെറിയ ഒരു ഗോളങ്ങൾ ഉണ്ടാക്കാൻ പോകണം. ഗോളങ്ങളെല്ലാം തല ആയിട്ട് ഇങ്ങനെ പുറകിലുള്ള തല, അത് നമ്മൾ ഫില്ലർ മെറ്റീരിയലായിട്ട് പിങ്ക് യൂസ് ചെയ്തതിന് ശേഷം ചപ്പാത്തി പരത്തുന്ന പോലെ നമ്മൾ സർക്കുലർ പ്ലെയിൻസ് ഗോൾഡൻ കളറിൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ
പിങ്കിൻ്റെ മുകളിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ നമ്മൾ അച്ചീവ് ചെയ്യും. ഫിനിഷ് ചെയ്ത് റൗണ്ട് ഷേപ്പ് അച്ചീവ് ചെയ്യും. ഉണ്ടല്ലേ ഒട്ടി. അപ്പം അത് സെറ്റായിട്ടുണ്ട്. ഒരു ഹോൾ ഇട്ട് കൊടുക്കണം, കാരണം നമുക്കവിടെ ആ ഒരു വായിൽ നിർത്താൻ വേണ്ടി ഒരു കമ്പി ആർമേച്ചർ വയറുണ്ടല്ലോ, ആ വയറിനകത്തോട്ട് കയറ്റി വെക്കാനാണ്. ഇനി നമ്മൾ നമ്മുടെ പഴയതല്ല നമ്മുടെ ആ ഗ്രാവറ്റാക്കില്ലേ വലിയ മെയിൻ ഹെഡിന് ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഒരു വായുടെ പോർഷൻ നമ്മുടെ റെഫറൻസ് ഇമേജിൻ്റെ സഹായത്തോടെ കട്ട് ചെയ്തെടുക്കണം. നോക്കി വരയ്ക്കുകയാണ്, കത്തി വെച്ച് വരയ്ക്കുകയാണ്. അങ്ങനെ വരച്ച് നമ്മളവിടെ ഈ ഒരു ഷേപ്പിൽ ഗ്രൂവ് സെറ്റ് ചെയ്യണം. ഗ്രൂവ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, എന്താ വരാത്ത വന്നില്ലെങ്കിൽ ആ ഒരു കട്ട് ഒന്നുകൂടെ ഒന്ന് ഡീപ്പൻ ചെയ്ത് കൊടുക്കുക. അപ്പം അത് വന്നോളും കേട്ടോ. കണ്ടോ, ക്ലീനായിട്ട് വന്നു കണ്ടോ. ഓക്കെ, ഇനി നമ്മൾ ഐസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണ് ചെറിയ തലയുടെ കണ്ണിനുള്ള ഗ്രൂ. ഇത് പിന്നെ പ്രത്യേക ഷേപ്പ് ഒന്നും ശ്രദ്ധിക്കേണ്ട. അതൊരു കണ്ണിനൊന്നും സെയിം ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. രണ്ട് കണ്ണും ഒരുപോലെ ഇരിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ ഇമേജൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചെറിയ ഗ്രൂവ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ചെറുതായതുകൊണ്ട് ഇച്ചിരി പാടായിരുന്നു ഒരു കട്ട് ചെയ്തെടുക്കാനൊക്കെ, പക്ഷെ കുഴപ്പമില്ലായിരുന്നു, നമ്മളത് മാനേജ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളവിടെ നമ്മുടെ വലിയ തലയിൽ ചെയ്ത പോലെ തന്നെ ചെറിയ തലയിലും നമ്മുടെ ഗ്രൂവ്സ് എല്ലാം ബ്ലാക്ക് കളർ വെച്ച് ഫില്ല് ചെയ്യുന്നു. പിന്നെ ബ്ലാക്ക് കളർ സോഫ്റ്റ് ആയതുകൊണ്ടുള്ള ഗുണം ഞാൻ പറയാം. സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ തേച്ച് പെയിൻറ്റ് ചെയ്യുന്ന പോലെ തേച്ച് ഗ്രൂവിലോട്ട് കയറ്റി കൊടുക്കാമായിരുന്നു. അപ്പം നമ്മുടെ മറ്റേത് ഹാർഡായതുകൊണ്ട് നമ്മൾ തേച്ചാലും അത്യാവശ്യം മുകളിലോട്ട് കയറ്റുമ്പോഴൊന്നും ഇത് ഡിഫോം ആകത്തില്ല നമ്മുടെ ഓറഞ്ച് പോർഷൻ. ഇതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. നമ്മൾ ബ്ലാക്ക് ഇങ്ങനെ നമ്മുടെ ഗ്രൂസിലെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. കണ്ണിൻ്റെ പോർഷൻ ഇത് നമ്മൾ ടൂൾ വെച്ചൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ ഗ്രൂസ് എല്ലാം ഫില്ല് ചെയ്ത് വിടുന്നു. വിട്ടു എന്നിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കും കേട്ടോ. നമ്മൾ ആ ഒരു ഓയിത്ര പോളിമർ ക്ലേയുടെ ഗ്രീൻ കളർ യൂസ് ചെയ്ത് നമ്മുടെ ഗ്രാവറ്റാക്കിൻ്റെ ചെറിയ തലയുടെ കണ്ണ് സെറ്റ് ചെയ്തു. കണ്ണിന് രണ്ട് വലുപ്പമാണ്, അത് കുഴപ്പമില്ല. രണ്ട് ഇറഗുലറായിട്ടുള്ള കണ്ണുകളാണ്. നമ്മുടെ ടീത്ത് സെറ്റ് ചെയ്യുന്നു. ടീത്ത് മുമ്പേ യൂസ് ചെയ്ത യെല്ലോയിഷ് വൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് ടീത്തിനായിട്ട്. എന്നിട്ട് ആ ഒരു രണ്ട് ടീത്തിലുള്ള ഗ്യാപ്പ് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓരോ ടീത്തിന് വെർട്ടിക്കൽ ഗ്യാപ്പ് കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, നമ്മളത് സെറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വലിയ തല ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ പാടായിരുന്നു ഇത് ചെയ്യാൻ ഉള്ളത് പറഞ്ഞാൽ, കാരണം അത്രയും ചെറിയ ഷേപ്പായിരുന്നു. നമ്മൾ വലിയ ഗ്രാവറ്റാക്കി ചെയ്ത പോലെ തന്നെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നമ്മുടെ ചെറിയ തലയിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമ്മുടെ ചെറിയ തലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒമ്നിട്രിക്സ് സെറ്റായ ഒമ്നിട്രിക്സിനെ എടുത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, നമ്മളപ്പം 3 തലയുണ്ട്. 3 തല നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ അലൂമിനിയം വയറിലായിട്ട് ഇത് ലെവിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയല്ലേ മുകളിൽ, അപ്പോൾ അലൂമിനിയം വയറിലായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. അധികം വെയിറ്റ് വരാത്ത രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം അലൂമിനിയം വയറായതുകൊണ്ട് ടെമ്പർ കുറവായതുകൊണ്ട് ഇത് വളഞ്ഞു പോയി താഴെ എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിന് അത്യാവശ്യം വെയിറ്റ് കുറവായതുകൊണ്ട്, വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, നിന്നു. എന്നാലും ഇത് ചെറുതായിട്ട് ആ ഒരു ഗ്രാവിറ്റി കൂടുതലുള്ളതുകൊണ്ട് താഴോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ 3 വയറിലും നമ്മുടെ 3 തല സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രാവറ്റാക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാവറ്റാക്ക്.
എല്ലാവർക്കും നമ്മുടെ അൾട്ടിമേറ്റ് ഗ്രാവിറ്റാക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടം ആ ലൈക്ക് ബട്ടണിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ്. പിന്നെ എന്തെങ്കിലും വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെയൊക്കെ ഞാൻ മാക്സിമം നിർമ്മിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെയൊരു നിർമ്മാണമാണ് നമ്മുടെ ഈ അൾട്ടിമേറ്റ് ഗ്രാവിറ്റാക്ക്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കണം. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിനായി തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഞാൻ ഇനി ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.